വർഗീയ വിരുദ്ധ സംഗമത്തിന് കാലടി സംസ്കൃത സർവകലാശാലയുടെ വിലക്ക്. ഗവേഷക വിദ്യാർത്ഥികൾ നടത്താനിരുന്ന സംഗമത്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ABVPയുടെ പ്രതിഷേധം ഭയന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയത് എന്ന് സർവകലാശാല. ഇന്ത്യൻ ഫാസിസം നവരൂപങ്ങൾ പ്രതിരോധങ്ങൾ എന്ന പേരിലാണ് കാലടി സർവകലാശാല ക്യാമ്പസിൽ വർഗീയതയ്ക്കെതിരെ വിദ്യാർത്ഥി ഗവേഷക സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ 2 മണിക്ക് നടക്കുന്ന സംഗമത്തിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ, സുനിൽ P. ഇളയിടം എന്നിവർക്ക് പുറമെ SFI, KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ നോട്ടീസ് പുറത്തിറങ്ങിയതോടെ ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വർഗീയ വിരുദ്ധ സംഗമം നടത്താൻ അനുവദിക്കരുതെന്നും നടത്തിയാൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് സർവകലാശാല അധികൃതരെ ABVP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും സംഘാടകർ പറഞ്ഞു. ഇതേ തുടർന്നാണ് വർഗീയ വിരുദ്ധ സംഗമത്തിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് സർവകലാശാല രജിസ്ട്രാർ ഉത്തരവിറക്കിയത്. പ്രശ്നസാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന വർഗീയ വിരുദ്ധ സംഗമം റദ്ദാക്കണം എന്നാണ് രജിസ്ട്രാറുടെ ഉത്തരവിൽ പറയുന്നത്. എന്നാൽ തീർത്തും ജനാധിപത്യ രീതിയിൽ നടക്കുന്ന സംഗമം വിലക്കാൻ സർവകലാശാലയ്ക്ക് അവകാശമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ പ്രതിരോധ വലയം തീർത്ത് വർഗീയതയ്ക്കെതിരെ വിദ്യാർത്ഥി ഗവേഷക സംഗമം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. KM ഉമേഷ്, കൊച്ചി. കേരളത്തിൽ ബീഫ് നിരോധിക്കാൻ കേരള സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന് കേന്ദ്രം. കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയക്കുമെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ പറഞ്ഞു. അതേസമയം ദാദ്രയിലെ കൊലപാതകത്തെക്കുറിച്ച് UP സർക്കാർ കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ കൊലപാതക കാരണം മറച്ചുവെച്ചു. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധനം നടപ്പാക്കുന്നതിനായി നിലപാടറിയിക്കാൻ ആവശ്യപ്പെട്ടാണ് കേന്ദ്രം കോൺഗ്രസ് നേതൃത്വത്തിന് കത്തയച്ചത്. കേരളത്തിലെ ഗോമാംസ അറവുശാലകൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ നിലപാടറിയിക്കാനാണ് കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് ബലിയാൻ AICC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗിന് കത്തയക്കുക. ഇതുകൂടാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കൃഷി ഭക്ഷ്യ കയറ്റുമതി അതോറിറ്റി യോഗവും കേന്ദ്ര കൃഷി മന്ത്രാലയം വിളിച്ചു. കാളയിറച്ചി എന്ന രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യോൽപ്പന്നം ഗോമാംസമാണോ എന്ന് പരിശോധിച്ചുള്ള റിപ്പോർട്ടും യോഗത്തിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥർ നൽകും. അതേസമയം ദാദ്രയിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ റിപ്പോർട്ട് UP സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചു. നിരോധനമുള്ള മൃഗമാംസം കഴിച്ചതാണ് മുഹമ്മദിന്റെ മരണത്തിന് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് മുഹമ്മദിനെ കല്ലെറിഞ്ഞും തല്ലിയും കൊലപ്പെടുത്തിയ കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലില്ല. ക്ഷേത്രത്തിൽ നിന്നും ആഹ്വാനം ചെയ്തതനുസരിച്ച് BJP പ്രവർത്തകരായ ആളുകൾ എത്തിയ കാര്യവും റിപ്പോർട്ടിൽ മറച്ചുവച്ചു. പകരം സംഗീത് സോം, മഹേഷ് ശർമ്മ അടക്കമുള്ള BJP നേതാക്കൾ മുഹമ്മദിന്റെ വീട് സന്ദർശിച്ച കാര്യം മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. RSS രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ബീഫ് നിരോധനത്തിൽ UN ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂണിന് കത്തയച്ചു. മനോജ് ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. NDA അധികാരത്തിലെത്തിയാൽ ബീഹാറിൽ പൂർണ്ണമായി ബീഫ് നിരോധിക്കുമെന്ന് മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി. വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ബീഫ് അനുകൂലികളുടെയും പ്രതികൂലികളുടെയും പോരാട്ടമായിരിക്കുമെന്നും BJP നേതാവ് പറഞ്ഞു. അതേസമയം ഉത്തർപ്രദേശിൽ ഹോട്ടലുകളിലെ മെനു കാർഡിൽ നിന്ന് പോലും ബീഫ് ഒഴിവാക്കി. ദാദ്രയിൽ ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് ഗൃഹനാഥനെ കൊലപ്പെടുത്തിയതിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമായതിന് പിന്നാലെയാണ് ബീഹാറിൽ പൂർണ്ണമായി ബീഫ് നിരോധിക്കുമെന്ന ആഹ്വാനവുമായി BJP നേതാവ് സുശീൽ കുമാർ മോദി രംഗത്തെത്തിയത്. ബീഹാറിൽ NDA അധികാരത്തിലെത്തിയാൽ അറവുശാലകൾ പൂർണ്ണമായി നിരോധിക്കുമെന്നും പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ബീഫ് കഴിക്കുന്നവരിൽ ഹിന്ദുക്കളുമുണ്ടെന്ന RJD നേതാവിന്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്നും ബീഫ് അനുകൂലികൾക്ക് നേരെയുള്ള പ്രതിഷേധമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും മോദി പറഞ്ഞു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾക്കൊപ്പം ബീഹാറും തലയുയർത്തി നിൽക്കുമെന്നും മുൻ ധനകാര്യമന്ത്രി കൂടിയായിരുന്ന സുശീൽ കുമാർ മോദി വ്യക്തമാക്കി. ബീഫ് നിരോധനത്തെ അനുകൂലിച്ച് സംസാരിക്കാത്ത സോണിയയും നിതീഷിനെയും കുറ്റപ്പെടുത്തിയ സുശീൽ കുമാർ, നിതീഷ് കുമാർ ഹിന്ദുക്കളെ അപമാനിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം ഉത്തർപ്രദേശിലെ മുഴുവൻ ഹോട്ടലുകളും ഭക്ഷണ വിഭവങ്ങളിൽ നിന്ന് ബീഫ് ഒഴിവാക്കി. ജീവൻ ഭയന്ന് ആരും ബീഫ് ഓർഡർ ചെയ്യാറില്ലെന്നും ഭയം കൊണ്ട് ബീഫ് പാചകം ചെയ്യാൻ ആരും തയ്യാറാകാറില്ലെന്നും ഹോട്ടൽ ഉടമകൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14-ന് അവസാനിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച തിരക്കിട്ട ചർച്ചകളിലാണ് LDFും UDFും BJPയും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. പ്രതീക്ഷിച്ചതിലും മുമ്പേ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം വന്നതോടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം നെട്ടോട്ടത്തിലാണ്. അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയെന്ന കടമ്പയാണ് പല കക്ഷികൾക്കും വെല്ലുവിളി ഉയർത്തുന്നത്. പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കാനിരിക്കെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ ആരംഭിക്കും. ഈ മാസം 14 വരെ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം. ചെറുതും വലുതുമായ കക്ഷികൾക്കുള്ള സീറ്റ് വിഹിതം വയ്ക്കൽ പോലും പല മുന്നണികളിലും നടത്തിയിട്ടില്ല. എന്നാൽ സീറ്റ് വിഭജന കാര്യത്തിൽ സംസ്ഥാനത്തുടനീളം ഏറെക്കുറെ ധാരണയായെന്നാണ് ഇടതുമുന്നണി അവകാശപ്പെടുന്നത്. ജില്ലകൾ അടിസ്ഥാനമാക്കിയുള്ള കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തുമടക്കം പ്രകടന പത്രിക പുറത്തിറക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്.
വാർഡുതല കൺവെൻഷനുകൾ വിളിച്ചുകൂട്ടുന്നതിലും ഇടതുമുന്നണി ഒരു പടി മുന്നിലാണ്. UDF-ൽ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികൾ രൂപപ്പെടുന്നതേയുള്ളൂ. DCC നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റികളെ KPCC ഭേദഗതികളില്ലാതെ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ലീഗും RSPയും വീരേന്ദ്രകുമാർ വിഭാഗവും ഒക്കെ ഉയർത്തുന്ന അവകാശവാദങ്ങൾ UDF-നെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായെന്ന് അവകാശപ്പെടുന്ന BJP SNDPയുമായി ഉണ്ടാക്കിയ ധാരണ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാണ്. നവംബർ 2, 5 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ്. വിജയ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ മൂന്നാം മുന്നണിയല്ല ഇടതുപക്ഷമാണ് മുഖ്യ ശത്രുവെന്ന് AK ആന്റണി പറഞ്ഞു. വിഭാഗീയതയ്ക്ക് കേരളം കൂട്ടുനിന്നിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് SNDPക്ക് മൂന്നാം മുന്നണി എന്ന പദം ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് സുധീരനും പറഞ്ഞു. കൊച്ചിയിൽ UDF കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മൂവരും. കൺവെൻഷനിൽ UDF പ്രകടന പത്രിക പുറത്തിറക്കി. വികസിത കേരളം, ദാരിദ്ര്യരഹിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF പ്രകടന പത്രിക പുറത്തിറക്കിയത്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ മാനിഫെസ്റ്റോ പുറത്തിറക്കി. കേരളത്തിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്കും RSSനുമെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ നിശ്ചിത നിലപാട് വ്യക്തമാക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആരുടെയും വിമർശനങ്ങൾ ഒരു പരിധിക്കപ്പുറം പോയില്ല. ഇന്നത്തെ നരേന്ദ്രമോദി ഗവൺമെന്റ് മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നു. ആ കാറ്റ് കേരളത്തിലേക്കും ഇളം കാറ്റായി വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അരുവിക്കരയിലെ കത്തിൽ കണ്ട് ഇനിയും പനിക്കണ്ടെന്നാണ് എനിക്ക് BJPയോട് പറയാനുള്ളത്. അരുവിക്കരയിൽ അന്ന് പല കാരണങ്ങളാൽ രാജഗോപാലിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ അരുവിക്കരയേക്കാൾ പരമദയനീയമായ തോന്നിയായിരിക്കും BJPയുടെ കൂട്ടുപിടിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ ഇലക്ഷനിലെ മുഖ്യ മത്സരം അവരുമായിട്ടല്ല, മൂന്നാം മുന്നണിയുമായിട്ടല്ല. നമ്മുടെ കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നത് പുതിയ വേഷത്തിൽ, പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ജനകീയ കൂട്ടായ്മ, ജനകീയ സദസ്സുകൾ കൂടി പുറത്തു വരാൻ പോകുന്ന ഇടതുപക്ഷ മുന്നണി തന്നെയാണ്. KPCC പ്രസിഡന്റ് VM സുധീരൻ മാത്രമാണ് അമിത്ഷായുടെയും മറ്റും ചെയ്തികൾ അക്കമിട്ട് നിരത്തി വിമർശിച്ചത്. UDF കൺവീനർ PP തങ്കച്ചൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, മറ്റു മന്ത്രിമാർ, UDF MPമാർ, MLAമാർ, മറ്റ് നേതാക്കൾ എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിലപേശലുണ്ടെന്ന് കരുതി SNDPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ലെന്ന് BJP. SNDP പാർട്ടി രൂപീകരിച്ച ശേഷം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ധാരണയിലെത്തുമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പറഞ്ഞു. ന്യൂനപക്ഷ പ്രീണനമെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഫസൽ ഗഫൂർ. മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്കുള്ള സംവരണത്തെ എതിർത്തത് വെള്ളാപ്പള്ളിയാണെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു. എപ്പോഴും എല്ലാവരുമായിട്ടും വിലപേശലൊക്കെ നടക്കും. വിലപേശലിന് താങ്ങുകയും അതിനെ മറികടന്നിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെന്നല്ലോ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കഴിവ്. ആത്യന്തികമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ പരസ്പരം ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലെത്തും. അതിനുള്ള ശേഷിയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി രാജ്യം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് ഒന്നും പറയുന്നതിൽ കാര്യമില്ല. ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി K ബാബുവിനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ലോകായുക്തയുടെ ഉത്തരവ്. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ ബാർ ഉടമകളിൽ നിന്നും 10 കോടി രൂപ കോഴ വാങ്ങിയെന്ന ബിജു രമേശിന്റെ 164 പ്രകാരമുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ബാബുവിനെതിരെ ത്വരിത അന്വേഷണം നടത്തിയത്. എന്നാൽ K ബാബുവിനെതിരെ മതിയായ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത് വിവരാവകാശ പ്രവർത്തകൻ ഖാലിദ് മുണ്ടപ്പള്ളി നൽകിയ ഹർജി പരിഗണിച്ചാണ് ലോകായുക്തയുടെ ഉത്തരവ്. മാണിക്കെതിരെയുള്ള ഹർജിയിൽ നിർണായക സാക്ഷിയായ ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിപ്പകർപ്പ് ഹാജരാക്കാനും ലോകായുക്ത ഉത്തരവിട്ടു. PLC യോഗത്തിലുള്ള സർക്കാരിന്റെ നാടകം കളി തുടർന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ തോട്ടം തൊഴിലാളികളിൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുമെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ മൂന്നാറിലെത്തിയതായിരുന്നു ഇരുവരും. പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാതെ സർക്കാർ കമ്പനി ഉടമകളുമായി ചേർന്ന് നാടകം കളിക്കുകയാണെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ ആരോപിച്ചു. പെമ്പിളെ ഒരുമയെ കൂട്ടുപിടിച്ച് സമരം പൊളിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരും കമ്പനികളും നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും യോജിച്ച് തന്നെയാണ് സമരം ചെയ്യേണ്ടത്. പക്ഷേ ബോധപൂർവമായ അപ്പുറത്തെ ഒരു സമരം, ആ സമരത്തിനെ പോലീസ് അതുപോലെ സർക്കാർ ഒരു പ്രത്യേക രീതിയിൽ ഇത് നടത്തുന്നു. അതിൻ്റെ അർത്ഥം ആ വിഭാഗത്തിന് പ്രത്യേക ആനുകൂല്യം കൊടുത്തു എന്നുള്ളതല്ല. അവരെ കയ്യിലെടുത്ത് സമരത്തെ ഭിന്നിപ്പിക്കാനുള്ള തോട്ടം ഉടമകളുടെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും
ആ നടപടിയാണ് ഗൂഢലക്ഷ്യമാണ് അവർ മാറി നിന്നൊരു സമരം ചെയ്യുന്നത്. ഇന്നലെ ഒരു നാടകം ഇക്കാര്യത്തിൽ നടത്തുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അന്തർനാടകം എന്തായാലും ഒരു നാടകം അവതരിപ്പിക്കുന്ന രീതിയിലാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഒരു കാര്യവും തീരുമാനിക്കാതെ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ മറവിൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന തോട്ടം തൊഴിലാളികളുടെ സമരം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും വേണ്ടി വന്നാൽ മന്ത്രിമാരെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്നും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. ഗവൺമെന്റ് ഒരു പൂർണ്ണ മധ്യസ്ഥന്റെ റോൾ എടുത്താൽ പോരാ. കാരണം തൊഴിലാളികളുടെ പക്ഷത്ത് നിൽക്കണം ഗവൺമെന്റ്. എന്നിട്ട് പ്രശ്നം തീർക്കാൻ നോക്കണം. ഗവൺമെന്റ് മാനേജ്മെന്റിന്റെ പ്രയാസം തൊഴിലാളി നേതാക്കന്മാരോട് വിശദീകരിച്ചുകൊണ്ടിരുന്ന പ്രശ്നം തീരില്ല. തോട്ടം മാനേജ്മെന്റുകൾ അപരിഷ്കൃത നിലപാടെടുക്കുന്നു. ഈ തോട്ടം മാനേജ്മെന്റ് ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വാദഗതികളാണ് തൊഴിലാളികൾക്കെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്ന കാര്യം ഞങ്ങളുടെ ആലോചനയിലുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടി ശക്തമായ പ്രക്ഷോഭ പരിപാടികളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാതെ പോകുമെന്ന് ഗവൺമെന്റ് കരുതണ്ട. തെരഞ്ഞെടുപ്പിന്റെ വഴിക്ക് നടക്കും, സമരത്തിന്റെ വഴിക്ക് നടക്കും. അതുകൊണ്ട് ഗവൺമെന്റ് ഗൗരവമായി പ്രശ്നത്തെ കാണണം. മൂന്നാറിലെ സമരം ശക്തമായ വേളയിൽ ബുധനാഴ്ച ചേരുന്ന PLC യോഗത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ട്രേഡ് യൂണിയനും പെമ്പിളെ ഒരുമയും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.